പുറക്കെ എണീറ്റുള്ളൂ. വെള്ളിയാഴ്ച ഇന്ന് ക്ലീൻ ഉണ്ടല്ലേ, അതുകൊണ്ട് നേരത്തെ എണീറ്റ് കുളിച്ചിട്ട് പോയി ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് നേരത്തെ എണീറ്റു. എങ്കിൽ ഇനി കുളിക്കണ്ട, വൈകുന്നേരം കുളിക്കണം, അതാണ് നല്ലത്. ഇപ്പോൾ ഒരു കുളി കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഓട്ടം ഓടണം. തണുപ്പ് തന്നെയാണ് വിഷയം. ഇനി ഒരു 5-10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് അങ്ങ് പയ്യെ അങ്ങ് ഇറങ്ങി പോകണം ഡ്യൂട്ടി സമയമായില്ല, പക്ഷെ ഒന്ന് കഴിയാം. ക്ലീനിങ് ഡേ അല്ലേ ഇന്ന് ഫ്രൈഡേ. നല്ല തണുക്കുന്നു. ലൈറ്റ് കിടക്കണം, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ചെയ്യണം. നല്ല തണുക്കെടുക്കും. ചെറിയ തണുപ്പാണ്, പക്ഷേ ഡ്യൂട്ടി ചേഞ്ച് ആയതിനു ശേഷം തണുപ്പ് നല്ല പിടിക്കില്ല. ഇത്ര തണുപ്പില്ല ഡ്യൂട്ടി ചേഞ്ച് ആകുമ്പോൾ. ഏകദേശം കഴിവിത്തീന്ന് ജസ്റ്റ് പമ്പൊന്ന് ഇതൊന്ന് ഓഫ് ചെയ്യാൻ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ്റെ പമ്പ് മോട്ടർ ഇലക്ട്രിക് മോട്ടറാണ്. അപ്പുറത്ത് ഒരെണ്ണം ഡീസലും ഉണ്ട്. പിന്നെയാണ് പരിപാടി. അത് ഓഫ് ചെയ്ത് അടുത്ത് വൃത്തിയാക്കണം. ഒതുക്കി എടുക്കും. ഫുള്ള് പവർ ഓഫ്. ഇത് പവർ ഓഫിൻ്റെ ലൈറ്റ് എത്തണം. ഈ റൂമിലെ മാത്രം ലൈറ്റുകളെ മാത്രം പമ്പോടണം. 24/7 അതിന് റെസ്റ്റില്ല. ഒതുക്കിയെടുത്തു. എല്ലാം പണിയെല്ലാം തീരും. ഇനി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഓണാക്കുക. എല്ലായിടം പോയി ഒന്ന്, ബാക്കി കുഴപ്പമില്ല, അങ്ങോട്ട് കുഴപ്പമില്ല. ലൈറ്റ് രണ്ടിടത്ത് ഓഫ്, ഇവിടത്തെ ഓഫ്. ഇത് ഓണാക്കി പിന്നെ അടുത്തിന് ഒന്ന് റീചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പമ്പ് ഇത് കറക്റ്റ് ഓഫായാൽ അതിന് വെള്ളം വരണം. അതൊന്ന് റീചെക്ക് ചെയ്യണം. കാരണം പിന്നെ നമ്മൾ ചിലപ്പോഴേ അങ്ങോട്ട് ശ്രദ്ധിക്കുകയുള്ളൂ. ഇതൊന്നും നമ്മൾ എപ്പോഴും ഓണാക്കണമല്ലോ, ഡെയിലി യൂസ് ചെയ്യണമല്ലോ. പറ്റും നമ്മൾ ഓഫ് ചെയ്തില്ലേ കേട്ടോ. ഇത് ഓഫ് ചെയ്യാൻ പറ്റും. പമ്പ് മാത്രം ഓഫ് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. നമ്മൾ അവിടെ ഒതുക്കേണ്ട രീതിയിൽ വിട്ടുപോകും പെട്ടെന്ന്. ഇങ്ങനെ സംഭവങ്ങൾ വരാൻ പാടില്ല. നല്ല വെള്ളം കുറഞ്ഞു. ഇപ്പോൾ ആണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല. നോർമലി ക്ലീൻ ആക്കുന്ന ടൈമുള്ളത് മാത്രമേ പോയിട്ടുള്ളൂ. നിങ്ങളിടയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്. എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് മാറി ഡ്യൂട്ടിക്ക്. എങ്ങനെ തിരി നോർമലാ, എന്നാലും എന്നത്തെക്കാളും ശകലം രസമുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ കച്ചറകൾ കൊണ്ട് കളയണം. അത് കഴിഞ്ഞിട്ടേ ഇനി ഡ്രസ്സ് മാറാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് പോണത് ഡ്യൂട്ടി. കോളും വന്നായിരുന്നു. ഇനി അവിടെ ചെല്ലുക, സെക്യൂരിറ്റി ഡ്യൂട്ടി ചേഞ്ച് അവരും ചേഞ്ച് ഡ്യൂട്ടി. മറ്റേ അവിടെ പോവുകയും ചെയ്ത് മറ്റേ പുള്ളി. ഇനി നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഇത് പരിപാടിയും തന്നു, ജോലിയും തന്നു. ഇനി പോവുക, അത് കൺട്രോൾ ചെയ്യുക, അത് തന്നെ. ഇനി പിന്നെ ഷോപ്പിലും പോകണം. ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, സാലറി വന്നായിരുന്നു. യെസ്, അപ്പം അങ്ങനെ അതിനും പോകാം. സാധനം വാങ്ങിക്കാൻ സാധനം തീരും. ഒരു 8-9 മണിയാകുമ്പോൾ അവൻ്റെ കയ്യിൽ ഫോണും കൊടുത്ത് കോൾ വന്നാലോ ആരെങ്കിലും ഇവിടെ വരും. അപ്പോഴേ അവരെ ഒന്ന് നോക്കണം. അത്ര തന്നെ, വേറെ പരിപാടിയില്ല. ആരെങ്കിലും ഒരാളിവിടെ ഇരുന്നാൽ മതി. മനസ്സിലായോ?
എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഒരാളുണ്ടായിരുന്നാൽ മതി. അതാണ് റൂൾ. അവന് പോകുമ്പോഴും അങ്ങനെ തന്നെ, ഞാൻ പോയാലും അങ്ങനെ തന്നെ. അപ്പോൾ അവൻ അങ്ങനെ പോകില്ല. വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ പോവും, സാധനം എല്ലാം വാങ്ങിക്കും, അവൻ്റെതും കൂടി വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇങ്ങ് വരും. ഒരു വെടിയിൽ എൻ്റെ വിഷയമായിരുന്നു. പിന്നെ വൈകിട്ട് ഞാൻ ചെറിയ ശാല അപ്പുറത്ത്, റോഡിൻ്റെ അപ്പുറത്തുണ്ട്, അവിടെ ഞാൻ പോകും. ഒരു പമ്പും കൂടി ഓണാവാനാണ് വെയിറ്റ് ചെയ്യണം. അതും കൂടി ഓണായി കഴിഞ്ഞാൽ കട വരെ പോകാമായിരുന്നു. زين عقد على خير ان شاء الله. زين لا حول. കടയിൽ പോകാറ് ഇനി അവിടെ ചെന്നു അവനെ ഫോണും കൊടുത്ത് അവനെ പിടിച്ചിരുത്തി പർച്ചേസിങ്ങിന് ദിനം പർച്ചേസിങ് കഴിഞ്ഞ് വന്ന് നേരത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയും ചെയ്തു. നേരത്തെ നേരെ ഡ്യൂട്ടി കയറുക. ഫുഡ് ഇന്ന് ഇപ്പം കഴിക്കണല്ലോ, ഇനി ഉച്ചയ്ക്ക് കഴിക്കും. അവൻ കൊണ്ടുവന്നതുണ്ട്, നമ്മളാ ഓപ്പറേറ്റർ കൊണ്ടുവന്നതുണ്ട്. കണ്ടു പിന്നെ വലിയ കുഴപ്പമില്ല. അത് കുബൂസ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം അത് വാങ്ങിച്ചതുണ്ട്, ഇനി അത് കഴിയും. ഇപ്പം അങ്ങ് പോയെന്ന് തോന്നുന്നു പുള്ളി ഓപ്പറേറ്റർ. ഞാൻ സാധനം എല്ലാം എടുത്ത് വെച്ചിട്ട് ചാവി എൻ്റെ ഇരിക്കുന്നു, ലോക്കും ചെയ്ത് അങ്ങ് പോകണം. ഇനി മറ്റവനും അവിടെ ഇരിക്കുകയല്ലേ, ഇനി അങ്ങ് പോയി അവിടെ ചെന്ന് നോക്കി അവൻ്റെ നിന്ന് എല്ലാം വാങ്ങിച്ച് അവിടെ ഇരിക്കും. ഞാൻ പോയി ഒന്ന് ഫുഡ് കഴിക്കട്ടെ. ഉച്ചക്കുള്ളതല്ല, അല്ലാതെ വിശക്കണ്. ഒന്നും കഴിച്ചില്ലായിരുന്നല്ല. കഴിക്കേണ്ട സമയത്തിന് മുമ്പേ കടയിൽ പോയി എന്ത് ചെയ്യാനാ, അരമണിക്കൂർ 1 മണിക്കൂർ അടുപ്പിച്ചായി കടയിൽ നിന്ന് വന്നത്. പിന്നെ പോയ കാര്യം നടന്നുമില്ല. എൻ്റെ കൂടെയുള്ളവൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടാണ് അവന് നാട്ടി അയച്ചു കൊടുക്കുന്നത്. അവൻ്റെ അക്കൗണ്ട് അങ്ങനെ റെഡി ആയിട്ടില്ല, നാട്ടി അയക്കാൻ കണക്കിന് റെഡി ആയിട്ടില്ല. ചെക്ക് ചെയ്ത് നോക്കി റെഡി ആവണില്ല. അതുകൊണ്ടാണ് ഇത്ര പാട്. എൻ്റെ അക്കൗണ്ട് മൊബൈലിലോട്ട് അങ്ങ് റെഡി ആവണില്ല. എൻ്റേതും ആവണില്ലായിരുന്നു. ഞാൻ കുറേ നോക്കിയാണ് എൻ്റെ റെഡി ആക്കിയിടുന്നത്. 2-3 ദിവസം ഈ ഫോണിൻ്റെ പിറകിൽ തന്നെ ഇരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കി ഇനി അത് കഴിച്ചാൽ മാത്രം മതി. ഫോണ് 80%. കുബൂസും മുട്ടയും ചീസ്. ഏകദേശം ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ ജോലി സ്ഥലത്തോട്ട് പോകും. പിന്നെ അവിടെ ഇരിക്കണം. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ടേസ്റ്റി ഡെയിലി കഴിച്ചാൽ എൻ്റെ ടേസ്റ്റ് പോകുമെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഡെയിലി വെറൈറ്റി ട്രൈ ചെയ്യണം. അതിൽ പക്ഷേ ഈ ഒമാൻ ചിപ്സ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലും ചേഞ്ച് ആവില്ല അതിൻ്റെ ടേസ്റ്റ്. ആ ചിപ്സിൻ്റെ ടേസ്റ്റ് കാണുമല്ലോ എപ്പോഴും. നമുക്ക് വീണ്ടും കഴിക്കാൻ കൊതി തോന്നും. അതാ ആറും കഴിക്കേണ്ടതുണ്ട്, പക്ഷെ ഇനി അത് വൈകുന്നേരം കഴിക്കും. 2 മുട്ടയുടെ കൂടെ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാ ചെയ്യാനാ? അയ്യോ, 2 പേരും ഇവിടെ തന്നെ ഇരിക്കും. അയ്യോ, ഇനി പുള്ളിക്ക് 2 മണിക്കൂറും കൂടി ഉണ്ട്. ഇനി പുള്ളി പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്കിരിക്കും. എന്നാണെ ഫുഡും കഴിച്ചില്ല ഇതുവരെയായിട്ട്. നേരത്തെ കുറച്ച് മുമ്പ് കഴിച്ചിട്ടുണ്ട് തന്നെ. അതൊരു 2:30-3 മണിയാകുമ്പോൾ കഴിക്കും. കോൾ വന്നിട്ടില്ലെങ്കിൽ. My brother is going today namaz. Okay. Bye. 2 മണിക്കൂറെന്ന് വിചാരിച്ചതാ. ഇന്ന് വെള്ളിയല്ലേ, ഞാൻ എൻ്റെ കാര്യം ഓർത്ത പോലില്ലേ. പുള്ളി പോയ സ്ഥിതിക്ക് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ഞാൻ പുള്ളിക്ക് വേണ്ടിയാണ് ഞാൻ വിചാരിച്ചത്, പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുത്തി നിറഞ്ഞാൽ വയറ്റിനകത്ത്, പിന്നെ അല്ലാതെ സ്ഥലമില്ല. അത് വേറെ സത്യം. ഇപ്പോഴായിട്ട് മറ്റേത് കഴിച്ചില്ല.
കുറച്ച് കഴിക്കുന്നതുകൊണ്ട് വയറ് പെട്ടെന്ന് നിറയും. ഇപ്പം പണ്ടത്തെ പോലെയല്ലേ, അല്ലെങ്കിൽ പണ്ടൊക്കെ കുത്തിക്കയറ്റാം. ഇപ്പം അത്രയൊന്നും കുത്തിക്കയറ്റാൻ പറ്റില്ല. ഒരു ലിമിറ്റുണ്ട് കുത്തിക്കയറ്റണതിനിപ്പം. ഇനി ജസ്റ്റ് അവിടെ പോയിരിക്കും കുറച്ച് നേരം. അവിടെ ഇരുന്ന് ബോറടിച്ചു. ആ ഒറ്റയ്ക്ക് ഇരിക്കും, കട്ട ബോറ അവിടെ. ഇതിൻ്റെ സൗണ്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കും. നെറ്റ് അവിടെ ഉണ്ട്, അതല്ല, പക്ഷേ സൗണ്ട് കേൾക്കുമ്പോൾ കുറേ നേരമായി അവിടെ തന്നെ ഇരിക്കുന്നത്. ചെവി മുഴങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഇനി പുറത്തിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും. ഫുഡും വെച്ച് ഇതും കഴിച്ചിട്ട് പോകണം. ചാർജ് നേരത്തെ വെച്ചോണ്ട് 50 ഉണ്ട്. കുറച്ച് നേരം ഇരിക്കും. ഫോൺ കൊണ്ട് ചാർജ് ഇടേണ്ടി വരും. കാട എന്തോ പോയിന്ന്, പിന്നെ പോകണം. എന്നാൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു, അത് പാതി ഇട്ടിട്ട് പോണു. അയ്യോ, ലേറ്റായി. അങ്ങനെ തന്നെ ചില സമയത്ത് അങ്ങനെ തന്നെ കഴിക്കാനൊക്കെ പറ്റും. പിന്നെ എന്നാലും 12 മണി കഴിച്ചിരുന്നാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ സമയത്ത് വിശപ്പില്ലായിരുന്നു. ഞാൻ അതും പോയി ഒന്ന് നോക്കി, ഫോട്ടോയോ ഇൻഫോ കോൾ വിളിച്ചു പറയണം. ഇപ്പോഴെന്ന് പറഞ്ഞൊരു കോൾ വന്നായിരുന്നു, സൈഫ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. 50 പോയിൻ്റ് കൂട്ടാൻ പറഞ്ഞു. നോർമലി ഇത് ഇപ്പോൾ കൂട്ടിയായിരുന്നു. കൂട്ടിയിട്ട് വീണ്ടും പറഞ്ഞു 2 റൗണ്ട് വീണ്ടും കൂട്ടി 2 പോയിൻ്റ്. എത്ര പോയിൻ്റ് കൂടി നടന്നു. ചില സമയത്ത് അങ്ങനെയാണത്. ആളാട്ടായി. ആ കറക്റ്റ്. എത്ര വയ്ക്കാൻ വിചാരിച്ചു ആയിട്ടുണ്ട്. നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയമായി. ഇനി ഫുള്ളൊന്ന് റൗണ്ട് അടി ചെക്ക് ചെയ്തിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാം. അത് പിന്നെ ഇവിടെ ഒന്ന് തൊട്ടിറങ്ങി ആണെങ്കിൽ ചെക്ക് ചെയ്യാൻ പോകും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചാൽ മതി. റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്ലോറിനേഷനും നമ്മളായതും. ഇനിയിപ്പോൾ ഒന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ച് അതെ അണച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ടെല്ലാം നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കട വരെ പോകണം. അതിന് ജസ്റ്റ് ഒന്ന് പോയി ഫുള്ളൊന്ന് ലൈറ്റൊക്കെ ഓണാക്കി കടയിൽ പോകും. ഫോണും ഫുൾ ചാർജൊക്കെ എടുത്ത് ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്കായതുകൊണ്ട് ഇവിടെ ചെറിയ കുഴപ്പമില്ല ഹെൽമെറ്റ് ഇല്ലാതെ പോണിന്. നമ്മളായതുകൊണ്ട്, നമ്മളിവിടെ ഉള്ളതായതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റൊക്കെ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല. വേറെ ഒന്നിനും അകത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ പോകുമ്പം ഹെൽമെറ്റ് മസ്റ്റ്. ഷൂ സേഫ്റ്റി അല്ലെങ്കിൽ നോർമൽ ഇട്ടാലും കുഴപ്പമില്ല. പക്ഷെ പ്രശ്നമാണ് നോർമൽ ഇടുന്നത്. നമ്മൾ ക്ലീനിങ് ഡേക്കൊക്കെ നോർമലാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. സേഫ്റ്റി ഒന്നും ഇടൂല. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ സംഭവം അകത്ത് വെള്ളം പോയി ഇല്ലാതാവും. അതുകൊണ്ട് അങ്ങനെ ഇടൂല. ഇനി ഇവിടെ നിന്നിട്ട് ഫുള്ള് ലൈറ്റ് ഓണാക്കി എന്ന് പോകും. ഇനി തിരിച്ചു വരുമ്പം ഇരുട്ടിയില്ലെങ്കിൽ ഈ വഴി വരും. ഇരുട്ടിയാൽ ഈ വഴി വരാൻ പറ്റൂല, ഭയങ്കര പാടാ. ഇതന്നെ വഴി ചിലപ്പോൾ സൺസെറ്റ് കിട്ടും. ശകലവും കൂടി നേരം കുറഞ്ഞ് അടിപൊളിയായിട്ട്. ഇപ്പം ഗോൾഡിഷ് കളർ അടിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് നോക്കി നടക്കണം. മുള്ളാണ്, അതുകൊണ്ട് ഫോണ് മാറ്റുന്നു. ആർക്കാണ് എല്ലാ അടിപൊളി സ്ഥലമാണത്. ശകല യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നു കാണാം. പക്ഷേ എന്നാലും നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ അത്രയും വ്യൂ കിട്ടുന്നില്ല. അടുത്ത് നിറഞ്ഞല്ലേ, അതുകൊണ്ട് അത്രയും വ്യൂ കിട്ടണില്ല. പക്ഷെ കിട്ടി. ലേറ്റായിപ്പോയി, പക്ഷേ എന്നാലും കൊള്ളാം. വെയിറ്റിംഗ് ആണ്. സാധനം വാങ്ങിച്ചിട്ട് പോണു നേരെ റൂമിലോട്ട്. കുറച്ച് ദൂരം നടക്കാണ്ട്. ഇപ്പം ഇരുട്ടി. ഇനി ആ വഴി കയറാൻ പറ്റില്ല.
മറ്റേതെന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് 15 മിനിറ്റ് കൊണ്ട് എത്തും ഇവിടെ. മറ്റേ ഇനി അരമണിക്കൂറിൽ നടന്ന് ആളാ കാലിൻ്റെ ഊപ്പാട് വരും. കാറ് പോണ വഴിയേ പോകാൻ പറ്റുള്ളൂ, അവിടെ ലൈറ്റുള്ളൂ. ഏകദേശം സ്ഥലത്ത് വന്നു തളർന്ന്. ഇപ്പം ഫുഡ് കഴിക്കും. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് അത് തന്നെ പരിപാടി. രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്തെന്തോ വീഡിയോ എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അത് തന്നെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.